ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 7 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. ഉത്തരം ശുഭാൻഷു ശുക്ല. UP സ്വദേശിയാണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെ പകരക്കാരനായും തിരഞ്ഞെടുത്തു. ഈ വർഷം ഒക്ടോബറിന് മുൻപ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദൗത്യം 14 ദിവസം നീണ്ടു നിൽക്കും. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. 2 പേർക്കും നാസയിൽ പരിശീലനം നൽകും. 4 പേർ ഉൾപ്പെടുന്ന ആക്സിയം 4 ദൗത്യത്തിൽ US-ന്റെ പെഗി വിറ്റ്സൺ, പോളണ്ടിന്റെ സ്ലാവോസ് ഉസൻസ്കി, ഹംഗറിയുടെ ടിബോർ കാംപു, ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ഭാഗമാകുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്നാണ്? ഉത്തരം 2024 ജൂലൈ 30 പുലർച്ചെ 12:45 4 മധ്യേ. ദുരന്തത്തിൽ 400ഓളം പേർ മരണപ്പെട്ടു. 100ഓളം പേരെ കാണാതായി. ദുരന്തത്തിൽ ഒറ്റപ്പെട്ട് മുണ്ടക്കൈയിലെത്താനായി ഇന്ത്യൻ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു. എന്താണ് ബെയ്ലി പാലത്തിന്റെ പ്രത്യേകത? ഉത്തരം ദുർഘട പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണിത്. ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. മുൻകൂട്ടി നിർമ്മിച്ചുവെച്ച ഭാഗങ്ങൾ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ച് വേഗത്തിൽ നിർമ്മിക്കാനും എളുപ്പത്തിൽ എടുത്തു മാറ്റാനും കഴിയുന്ന താൽക്കാലിക പാലമാണിത്. 26 മണിക്കൂർ കൊണ്ടാണ് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് 190 അടി നീളത്തിൽ മുണ്ടക്കൈയിലേക്കുള്ള പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ട്. ഉരുക്കാണ് പ്രധാന നിർമ്മാണ ഘടകം. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ സിവിൽ എഞ്ചിനീയർ ഡൊണാൾഡ് ബെയ്ലിയാണ് 1942 ഇത്തരത്തിലുള്ള പാലം ആദ്യമായി നിർമ്മിച്ചത്. അതിനാൽ പാലത്തിന് ബെയ്ലി പാലം എന്ന പേര് നൽകി. രാജ്യത്താദ്യമായി സൈനിക ആവശ്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് ലഡാക്കിലാണ്. രാജ്യത്താദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിൽ പമ്പ നദിക്കു കുറുകെ 32 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് 1996 നവംബർ 8 ബെയ്ലി പാലം നിർമ്മിച്ചത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക ഹാളിന്റെയും പേരുകൾ മാറ്റി. പുതിയ പേരുകൾ. ഉത്തരം യഥാക്രമം ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം. റിപ്പബ്ലിക് എന്ന അർത്ഥത്തിലുള്ള ഗണതന്ത്രം എന്ന് ചേർത്താണ് ഗണതന്ത്ര മണ്ഡപം എന്ന പേരിട്ടത്. ആംഗലേയ വാക്കായ ഹാള് മാറ്റിയാണ് അശോക് മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത്. മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങൾക്ക് കഴിഞ്ഞ വർഷം അമൃത് ഉദ്യാൻ എന്ന് പുതിയ പേരിടുകയുണ്ടായി. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരി. ഉത്തരം എഡ്ന ഒ ബ്രയൻ. 1963 പുറത്തിറങ്ങിയ ദ കൺട്രി ഗേൾസ് എന്ന ആദ്യ നോവലിനെതിരെ ഉയർന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കൃതി രാജ്യത്ത് നിരോധിക്കപ്പെട്ടു. 2018 പെൻ സാഹിത്യ പുരസ്കാരം നേടി. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ എത്രാം തവണയാണ് സോഷ്യലിസ്റ്റ് നേതാവായ നിക്കോളസ് മഡ്രോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം തുടർച്ചയായി 3ാം തവണ. 2013 അർബുദബാധയെ തുടർന്ന് ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതോടെയാണ് മഡ്രോ പ്രസിഡന്റ് പദത്തിലെത്തിയത്. അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾ അക്കൗണ്ട് ഉടമകളിൽ നിന്ന് എത്ര കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്? ഉത്തരം 8494 കോടി രൂപ. ലോക്സഭയിലാണ് കേന്ദ്ര സർക്കാർ കണക്ക് അവതരിപ്പിച്ചത്.
2015 മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പിഴ ഈടാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 മിനിമം ബാലൻസ് നിബന്ധന ഉപേക്ഷിച്ചു. പലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം ടെഹ്റാൻ. ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഹനിയെ വധിക്കപ്പെട്ടത്. കൊലയ്ക്കു പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിച്ചു. യഹ്സിൻവാർ ആണ് ഹമാസിന്റെ പുതിയ രാഷ്ട്രീയകാര്യ മേധാവി. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്? ഉത്തരം മനോജ് മിത്തൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത്? ഉത്തരം പ്രീതി സുദൻ. ജൂലൈ 20 ഡോക്ടർ മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് നിയമനം. UPSC അധ്യക്ഷനാകുന്ന രണ്ടാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശ് കേഡർ മുൻ IAS ഉദ്യോഗസ്ഥയായ പ്രീതി. 1992-96 കാലത്ത് അധ്യക്ഷ പദവി വഹിച്ച റോസ് മില്യൻ ബാത്യുവാണ് ആദ്യ വനിത. ജൂലൈ 31 അന്തരിച്ച അൻഷുമാൻ ഗേക്വാദ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ താരവും മുൻ പരിശീലകനും. നീലക്കുയിൽ എന്ന സിനിമയിലെ കടലാസു വഞ്ചിയേറി കടലും കടന്നു കേറി എന്ന് തുടങ്ങുന്ന ഒറ്റ ഗാനത്തിലൂടെ പ്രശസ്തി നേടിയ ഗായിക? ഉത്തരം കോഴിക്കോട് പുഷ്പ. ഇവർ അടുത്തിടെ അന്തരിച്ചു. P. ഭാസ്കരൻ രചിച്ച K. രാഘവൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിക്കുമ്പോൾ ഗായികയ്ക്ക് 14 വയസ്സായിരുന്നു പ്രായം. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. UP സ്വദേശിയായ സാധന പാലക്കാട് വാണിയംകുളം റിട്ടയർ എയർ മാർഷൽ KP നായരുടെ ഭാര്യയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായ മലയാളി? ഉത്തരം KC വേണുഗോപാൽ. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. 1967 മുതൽ PSC അധ്യക്ഷ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകുന്നത്. മലയാളികളായ ജോൺ മത്തായി, CM സ്റ്റീഫൻ, KV തോമസ് എന്നിവർ PSC അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7 എന്നിങ്ങനെ 22 പേരാണ് അംഗങ്ങൾ. അപരാജിത സിംഗ് ആണ് കമ്മിറ്റിയിലെ ഏക വനിതാ അംഗം. അധീർ രഞ്ജൻ ചൗധരി ആയിരുന്നു നേരത്തെയുള്ള അധ്യക്ഷൻ. ഓഗസ്റ്റ് 14 മുതൽ 2025 ഏപ്രിൽ 30 വരെയാണ് കാലാവധി. അതിർത്തി രക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ടത്? ഉത്തരം നിതിൻ അഗ്രവാൾ. സ്പെഷ്യൽ ഡെപ്യൂട്ടി DG ആയിരുന്ന YB ഖുറാനിയെയും മാറ്റി. പാകിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിൽ ഭീകരാക്രമണങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിലാണ് നടപടി. ജൂലൈ 31 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിൽ കേരളത്തിലെ എത്ര ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഉത്തരം 9993.7 ചതുരശ്ര കിലോമീറ്റർ. സംസ്ഥാനത്തെ 12 ജില്ലകളിലെ 131 ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട്. വയനാട്ടിലെ 13 ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഹിന്ദിയിലെ തുളസീദാസ് രാമായണം രാമചരിതമാനസം എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ കവി കൂടിയായ ബഹുഭാഷാ പണ്ഡിതൻ അന്തരിച്ചു. പേര്? ഉത്തരം പ്രൊഫസർ CG രാജഗോപാൽ. 26,152 വരികളും 46 സംസ്കൃത ശ്ലോകങ്ങളുമുള്ള തുളസീദാസ രാമായണത്തിന്റെ തർജ്ജമ 5.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.